ബിഗ് ബോസ് മലയാളം സീസൺ 7 ഡാൻസ് മാരത്തൺ പൂർത്തിയായി. ബഹുദൂരം എതിരാളികളെ പിൻപിലാക്കിക്കൊണ്ട് ആര്യൻ ഈ ടാസ്കിൽ അടിച്ച് തകർത്തിരിക്കുകയാണ്. 28 പോയിന്റുമായിട്ടാണ് ആര്യൻ ഒന്നാം സ്ഥാനത്തെത്തിയത്. എന്നാൽ രണ്ടാം സ്ഥാനത്ത് വന്ന അനുമോൾ ആര്യനേക്കാൾ 10 പോയിന്റുകൾക്ക് താഴെയായിപ്പോയി. 18 പോയിന്റ് മാത്രമാണ് അനുമോൾക്ക് ലഭിച്ചത്. ഒരു വേള ഈ ടാസ്കിൽ അനുമോൾ ജയിക്കും എന്നുള്ള പ്രതീക്ഷയായിരുന്നു. കാരണം അനുമോളുടെ ഓവറോൾ പെർഫോമൻസ് ഓരോ വ്യക്തികളും അതിനെ എടുത്തു പറഞ്ഞാണ് ഓരോരുത്തരും കോയിനുകൾ നൽകിയത്. അങ്ങനെയാണ് 18 പോയിന്റോളം അനുമോൾക്ക് എത്തുന്നത്. ബാക്കിയുള്ള ആൾക്കാർക്ക് 12, അങ്ങേയറ്റം 13 വരെ എത്തിയിട്ടുള്ളൂ. പക്ഷെ അവസാന നിമിഷമാണ് വൻ ട്വിസ്റ്റ് ഈ കളിയിൽ നടന്നത്. ആ ട്വിസ്റ്റ് കൊണ്ടുവന്നതാകട്ടെ നെവിനും അക്ബറും കൂടിയാണ്. നെവിൻ ആര്യന് ലാസ്റ്റ് പോയിന്റിൽ 9 കോയിനുകൾ കൊടുക്കുവാൻ തയ്യാറായി. അത്രയും കോയിനുകളൊന്നും ആർക്കും കൊടുക്കുവാൻ തയ്യാറായിട്ടില്ല. വളരെ കാൽക്കുലേറ്റഡ് ആയിരുന്നു. ഈ ഗെയിം ചേഞ്ച് ചെയ്യുക എന്നുള്ള വലിയ പദ്ധതിയോടുകൂടി തന്നെയായിരുന്നു ഈ നീക്കം നടന്നത്. അതുകൊണ്ട് തന്നെ 10ൽ 1 കോയിൻ മാത്രം കയ്യിൽ വെച്ചിട്ട് ബാക്കി 9 കോയിനും അയാൾ ആര്യന് കൊടുക്കുവാൻ തയ്യാറായി. അതിന് തൊട്ടു മുൻപ് അക്ബർ വന്നിട്ട് 5 കോയിൻ കൂടി ആര്യന് കൊടുത്തു. അങ്ങനെ വന്നപ്പോഴേക്കും ആര്യൻ ബഹുദൂരം മുൻപിലെത്തി. 28 കോയിൻ അദ്ദേഹത്തിന് ലഭിച്ചു. ഈ ടാസ്കിലെ പെർഫോമൻസിനെ അവർ വിലയിരുത്തിയത് വെച്ചിട്ട് ഓരോരോ മത്സരാർത്ഥികളും വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അവർക്ക് പോലും അങ്ങേയറ്റം 2 കോയിൻ വീതമാണ് ഓരോ മത്സരാർത്ഥികളും നൽകിയത്. അങ്ങനെ ബാലൻസ് ചെയ്താണ് ഓരോരുത്തരും മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അനു 2 ക്യാരക്ടർ ഒരുപോലെയാണ് ചെയ്തത്. ഒന്ന് കിലുക്കത്തിലെ രേവതിയുടെ ക്യാരക്ടർ ഉണ്ടായിരുന്നു. 2 കിലുക്കം എന്ന സിനിമയിലെ കാവ്യ മാധവന്റെ ക്യാരക്ടറും ചെയ്തിരുന്നു. അപ്പോൾ ഈ 2 ക്യാരക്ടറും കൂടി ഒരുപോലെ ചെയ്യുകയും അത് മനോഹരമാക്കുകയും ഓവറോൾ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയും ചെയ്തു അനുമോൾ. അതുമാത്രമല്ല, ആ ഒരു ക്യാരക്ടർ തുടക്കം മുതൽ ഒടുക്കം വരെ ആ ക്യാരക്ടറിൽ നിന്നും മാറാതെ നിലനിന്നു. മൂന്നാമത്തെ കാര്യം, ഈ ക്യാരക്ടർ ചെയ്യുക മാത്രമല്ല 2 ദിവസവും മറ്റുള്ള മത്സരാർത്ഥികളുടെ കോസ്റ്റ്യൂംസ് ഇട്ട് കൊടുക്കുന്നതിനും അവരെ മേക്കപ്പ് ചെയ്യുന്നതിനുമെല്ലാം അനുമോൾ തന്നെയായിരുന്നു സഹായിക്കുകയും ഓരോരുത്തരെയും അവരാക്കി മാറ്റിയത് അനുമോൾ ആയിരുന്നു എന്നൊക്കെ അവിടെ തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ ഈ പെർഫോമൻസ് എല്ലാം കൂടി വെച്ചിട്ടാണ് അനുമോൾക്ക് ഇത്രയും അധികം പോയിന്റ് ലഭിക്കുന്നത്. 18 പോയിന്റ്, 2, 3, 5 ഇങ്ങനെയൊക്കെയായിരുന്നു കോയിൻ പല ആൾക്കാരും കൊടുത്തത്. എന്നാൽ ഇതിനകത്ത് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ട്വിസ്റ്റ്, നെവിൻ അനുമോൾക്ക് കൊടുക്കുവാൻ തയ്യാറായില്ല. നെവിന്റെ ക്യാരക്ടർ വളരെ മോശമായിരുന്നു. നെവിൻ ഇടയ്ക്ക് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ഈ ക്യാരക്ടറിൽ നിന്ന് തന്നെ നെവിൻ വിട്ടുപോയിരുന്നു. ആകെ കൂടി നെവിൻ ചെയ്തത് ഒരു ഡാൻസ് മാത്രമായിരുന്നു. അതുകൊണ്ട് എല്ലാ ആൾക്കാരും ഓരോന്നും വീതം കൊടുത്തു. അനുമോൾ നെവിനോട് പറഞ്ഞു, നിനക്ക് ഞാൻ തരുത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ പോയിരുന്നതിന് ശേഷം എഴുന്നേറ്റ് വന്നിട്ട് നെവിന് അനുമോൾ എല്ലാവരും കൊടുത്തതുപോലെ ഒരെണ്ണം കൊടുക്കുകയും ചെയ്തു. ഇതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. അതായത് കഴിഞ്ഞ ദിവസം നടന്ന നോമിനേഷനാണ്. ഈ നോമിനേഷനിൽ അനുമോള് നെവിന്റെ പേര് പറയുകയും തന്നെ നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു. നോമിനേഷനൊക്കെ എനിക്ക് വെറും പുല്ലാണെന്ന് നെവിൻ പറയുന്നുണ്ടെങ്കിൽ പോലും അന്നേരം മുതൽ കുരു പൊട്ടി നടക്കുകയാണ്. അനുമോൾക്കെതിരെ എവിടെ ഇട്ട് അടിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം അടിച്ച് നടക്കുകയാണ്. ഇപ്പോൾ നല്ലൊരു അവസരം തന്റെ മുൻപിൽ ലഭിച്ചു. അത് വളരെ വിദഗ്ധമായി 100% ഫലപ്രദമായി താനത് ഉപയോഗിക്കുകയും ചെയ്തു. അടുത്തത് അക്ബറാണ്. അക്ബറിന് ഒരിക്കലും ആഗ്രഹമില്ല അനുമോൾ വിൻ ചെയ്യണമെന്ന്. കാരണം തുടക്കം മുതലേ ഏറ്റവും അധികം അക്ബർ വെറുക്കുന്ന ഒരു ക്യാരക്ടർ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അനുമോൾ മാത്രമാണ്. ഏറ്റവും അധികം അയാൾ പോരാട്ടം നടത്തിയിട്ടുള്ളതും അനുമോൾക്കെതിരെയാണ്. അതുകൊണ്ട് ഇവർ 2 പേരും കൂടി ചേർന്ന് ആര്യനെ വിജയിപ്പിക്കുവാൻ വേണ്ടി തയ്യാറായി. പക്ഷെ ഇതെല്ലാം പറയുമ്പോൾ ഒരു കാര്യം എടുത്തു പറയണം, ആര്യൻ ഡിസർവിങ് ആയിരുന്നു. ആര്യന്റെ ക്യാരക്ടർ മായാമോഹിനി എന്നുള്ള ക്യാരക്ടറാണ്. ഈ ക്യാരക്ടറിന് വേണ്ടി അയാൾ വല്ലാതെ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. നല്ല ഒന്നാം തരമായിട്ട് അയാൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ അർഹനല്ല എന്ന് പറയാൻ കഴിയില്ല. ഒരു പുരുഷ കഥാപാത്രമായിരിക്കുമ്പോൾ തന്നെ ഒരു ലേഡിയായിട്ട് അയാൾ ട്രാൻസ്ഫോം ചെയ്യുകയാണ്. അത് കോസ്റ്റ്യൂംസിൽ മാത്രമല്ല, ഒരു സ്ത്രീയുടെ എല്ലാ തരത്തിലുള്ള മാനറിസങ്ങളും അയാളുടെ ക്യാരക്ടറിൽ ഇന്നലെയും ഇന്നും ഒരുപോലെ തന്നെ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആര്യൻ പറയുന്നുണ്ട്, എന്നെ ഈ രീതിയിലാക്കി തീർത്തത് അനുമോളാണ്, അനുമോൾക്കൊരു ബിഗ് താങ്ക്സ് എന്ന്. എന്തായിരുന്നാൽ തന്നെയും ആര്യൻ ഡിസർവിങ് ആണ് എന്നുള്ളതിൽ 2 പക്ഷമില്ല. പക്ഷെ ആ വീട്ടുകാർ കണ്ടെത്തിയത് അതിനേക്കാൾ കൂടുതൽ അനുമോളാണ് ഡിസർവിങ്. അതുകൊണ്ടാണ് അനുമോൾക്ക് 18 പോയിന്റ് എല്ലാ ആൾക്കാരും കൂടി കൊടുക്കുവാൻ തയ്യാറായത്. എന്നാൽ അനുമോൾ ഒരിക്കലും വിജയിക്കരുത് എന്ന് 2 ആൾക്കാർ പ്ലാൻ ചെയ്തത് കൊണ്ട് തന്നെ അവർ 2 പേരും മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ നിന്നും കുറച്ചുകൂടി മുൻപോട്ട് പോയി. ഒരാൾ 9 കോയിനും ഒരാൾ 5 കോയിനും കൊടുക്കുന്നു. അങ്ങനെ ആര്യനെ അവർ വിജയിപ്പിച്ചെടുക്കുന്നു. ടാസ്കും കഴിഞ്ഞു, ഫലപ്രഖ്യാപനവും കഴിഞ്ഞു. അതിനുശേഷം അനുമോളുടെ പുറകിന് അക്ബറും നെവിനും കൂടി നടന്ന് ചൊറിയുന്നുണ്ട്. ആ സമയത്ത് നെവിൻ തുറന്ന് പറയുന്നുണ്ട്, നിനക്കിട്ട് മനഃപൂർവ്വം ഞാൻ പണി തന്നത് തന്നെയാണ്. നീ എന്നെ കഴിഞ്ഞ ദിവസം നോമിനേറ്റ് ചെയ്തില്ലേ, അന്നേരം തന്നെ ഞാൻ തീരുമാനിച്ചതാണ്. ഈ കർമ്മ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടെന്ന് നിനക്ക് മനസ്സിലായോ? അതിപ്പോൾ തിരിച്ചടിച്ചിരിക്കുകയാണ് എന്ന് മാത്രം നീ അങ്ങ് ഓർത്താൽ മതി. തുടർന്ന് ഇരുവരും ഇത് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബഹളം നടക്കുന്നുണ്ട്. ആ ബഹളം ഉടനെ ഒന്നും തീരില്ല.
ഇതിനിപ്പോൾ BB ഹൗസിന്റെ ഓരോ മുക്കിലും മൂലയിലും കത്തിക്കൊണ്ടേയിരിക്കും, കണ്ടന്റുകളായി പുറത്തു വന്നുകൊണ്ടേയിരിക്കും. ഇന്നലെ നോമിനേഷൻ കഴിഞ്ഞ നിമിഷം മുതൽ ഈ വിഷയം നെവിൻ മാക്സിമം അവിടെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യമായിട്ടാരും അത് ഏറ്റുപിടിക്കാനും മൈൻഡ് ചെയ്യാനും പോകുന്നില്ല. അക്ബറിനോടാണ് ഈ പരിഭവങ്ങളൊക്കെ താൻ പറഞ്ഞു തീർത്തുകൊണ്ടേയിരിക്കുന്നത്. അനുമോൾക്കെതിരെ മാത്രമേ ഉള്ളൂ കംപ്ലൈന്റ്. പക്ഷെ നൂറയും തന്നെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നൂറയുടെ അടുക്കൽ ഈ കളിക്ക് വേണ്ടി പോകത്തില്ല. കാരണം എന്താണ്? നൂറ നല്ല ഒന്നാന്തരം മറുപടി കൊടുക്കും. നെവിൻ 1 പറഞ്ഞാൽ 9 പറഞ്ഞ് അടിച്ച് ഷെഡിൽ കയറ്റിക്കളയും. അതുകൊണ്ട് അങ്ങോട്ട് അധികം കളിക്കാൻ പോവില്ല. ഇത് ഒക്കുന്ന സ്ഥലം അനുമോളുടെ അടുക്കലായതുകൊണ്ട് അവിടെ ഇട്ടാണ് ഈ ഒപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും ഡാൻസ് മാരത്തൺ കഴിഞ്ഞു. ഇതിൽ 1ാം സ്ഥാനത്തെത്തുന്ന വ്യക്തിക്ക്, ഏറ്റവും കൂടുതൽ കോയിൻ നേടി 1ാം സ്ഥാനം കരസ്ഥമാക്കുന്ന വ്യക്തിക്ക് ഒരു സ്പെഷ്യൽ പവർ ആ വ്യക്തിയെ കാത്തിരിപ്പുണ്ട് എന്ന് ബിഗ് ബോസ് പറഞ്ഞിരുന്നു. പക്ഷെ ഫലപ്രഖ്യാപനം നടന്നതിന് ശേഷവും പിന്നെയും അത് സസ്പെൻസിൽ തന്നെ ബിഗ് ബോസ് വെച്ചിരിക്കുകയാണ്. പിന്നെ പറയാം എന്ന് പറഞ്ഞ് എല്ലാവരെയും വിട്ടിരിക്കുകയാണ്. അത് എപ്പോഴാ പറയുന്നത്, എന്താണ് എന്നുള്ളത് ആർക്കും അറിയില്ല. പിന്നെ പറയാം എന്ന് പറഞ്ഞ് ബിഗ് ബോസ് വിടുന്ന സമയത്ത് ആര്യൻ പറയുന്നുണ്ട്, ഈ ആഴ്ച പണിപ്പുരയിൽ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് എന്നെ കളിപ്പിക്കരുതേ, സാധാരണ ഇങ്ങനെയൊക്കെയുള്ള പണി ബിഗ് ബോസ് കാണിക്കുമെന്ന്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം.